എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ടുള്ള ഗംഭീരമായ പ്രിപ്പറേഷനിലായിരിക്കുന്നു മിസ്സിന് അറിയാം. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നീ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും കാലം പഠിച്ച ടോപ്പിക്സ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് കോണ്ടന്റ് എല്ലാം റിവൈസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ടൈമിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കിയിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഏരിയാസ്. അപ്പോൾ അങ്ങനെയുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾ ആ ഏരിയാസ് തെറവായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. കാരണം ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായതുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്ററിലുള്ള ഫാക്ടേഴ്സ്. നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ എന്തൊക്കെ ബേസിക് ഫാക്ടേഴ്സ് നോക്കണം എന്നുള്ള ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിലെ എന്ന് വെച്ച് വിട്ട് കളയരുത്. ആ ഏരിയാസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ അതുപോലെ തന്നെ ദ ഫോം ഓഫ് പബ്ലിക് എന്റർപ്രൈസ് വിച്ച് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിനിസ്ട്രി. അല്ലെ, നിങ്ങൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് പബ്ലിക് എന്റർപ്രൈസസ്. പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് അല്ല, പബ്ലിക് സെക്ടേഴ്സിന്റെ അണ്ടറിൽ വരുന്ന ഡിഫറെന്റ് എന്റർപ്രൈസസ്, ബിസിനസ് എന്റർപ്രൈസസ് എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ അത് ഏതൊക്കെയാണ് എന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ മെൻഷൻ ദ നെയിം ഓഫ് പേഴ്സൺ, അതായത് പ്രൊമോട്ടർ അല്ലെ. നമ്മൾ ഫോർമേഷൻ ഓഫ് എ കമ്പനിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പ്രൊമോട്ടർ. എന്താണ്, ആളുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ആ ഒരു കാര്യം നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കിയിരിക്കണം നിർബന്ധമായിട്ടും. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്. അതും ഫോർമേഷൻ ഓഫ് എ കമ്പനിയിൽ വരുന്നതാണ് അല്ലെ. ഒരു ബിസിനസിന്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചാണ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ ഡോക്യുമെന്റ് എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ലെ, MOA. അതുപോലെ അതിന്റെ കോണ്ടന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഓരോ ക്ലോസുകളായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാ ഓരോ ക്ലോസസും എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടം തമ്മിലുള്ള ഡിഫറൻസും കൂടെ പഠിച്ചു വരിക കേട്ടോ. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ വരുന്നതാണ് നമ്മുടെ ഗ്ലോബൽ എന്റർപ്രൈസസ്. ഓക്കെ, അത് നമ്മൾ MNC അതെന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്നുള്ളത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ അതുകൊണ്ട് അതും നിങ്ങൾ നോക്കിയിരിക്കണം MNC എന്താന്നുള്ളത്. നമ്മളൊരു കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫോറിനേഴ്സ് ചാമ്പ്യൻ എന്ന് പറയുന്ന കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കോഡൊക്കെ ഓർത്ത് വെച്ച് പഠിച്ചു വരിക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് ഇതുപോലെ മാച്ച് ദ ഫോളോയിങ് വരും. നമ്മൾ ഇൻഡസ്ട്രീസ്, ബിസിനസ് ആക്ടിവിറ്റീനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഇൻഡസ്ട്രി എന്നും കൊമേഴ്സ് എന്നും. അതിൽ ഇൻഡസ്ട്രി തന്നെ പല കാറ്റഗറി ഓഫ് ഇൻഡസ്ട്രി ഉണ്ടെന്ന് പഠിച്ചു അല്ലെ. അതിൽ നമുക്കറിയാം ജനറ്റിക് ഇൻഡസ്ട്രി ഉണ്ട്, എക്സ്ട്രാക്ടിങ് ഇൻഡസ്ട്രി, മൈനിങ്, അങ്ങനത്തെ പല പരിപാടികൾ വരുന്ന ഇൻഡസ്ട്രീസിനെ നമ്മളിങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്താണ് ഓരോ ഇൻഡസ്ട്രിയും, അതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം ഇങ്ങനെ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ളതാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഉണ്ട്, ഗവൺമെന്റ് കമ്പനീസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ എല്ലാം അണ്ടറിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ എടുത്തിരിക്കണം, പഠിച്ചിരിക്കണം. കാരണം ഇതുപോലെ നിങ്ങൾക്ക് എക്സാമ്പിൾസ് തന്നിട്ട് എയർ ഏതിന്റെ അണ്ടറിലാണ് വരിക, അതുപോലെ KSRTC. അപ്പോൾ ഇതും നിങ്ങൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് വരുന്ന വേരിയസ് സ്റ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. അത് നമുക്കറിയാം 4 സ്റ്റേജസിലൂടെയാണ് കമ്പനി ഫോർമേഷൻ നടക്കുന്നത് അല്ലെ. പബ്ലിക് കമ്പനീന്റെ, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 സ്റ്റേജസ് തന്നെ ധാരാളമാണ്. അപ്പൊ അതിന്റെ ഓർഡർ പഠിച്ചിരിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഓർഡർ തെറ്റിച്ച് തരും, എന്നിട്ട് എഴുതാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറയാം. എന്താണ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന സ്റ്റേജ് അത് പറയാം, അല്ലെങ്കിൽ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന സ്റ്റേജ് എന്താണ്, പ്രൊമോഷൻ എന്ന് പറയുന്ന സ്റ്റേജ്, അങ്ങനെ മേ ബി അങ്ങനെ ഏത് ടൈപ്പ് സ്റ്റേജസ് എടുത്തിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. പിന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ ആണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലുള്ള എല്ലാ ടൈപ്പ് ഓർഗനൈസേഷൻസ് പഠിച്ചിരിക്കണം. അതുപോലെ പാർട്ട്ണർഷിപ്പ്, ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ്, പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ കോണ്ടന്റുകൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അതിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ പഠിച്ചിരിക്കുക. നിങ്ങൾക്ക് എക്സാമിന് 8 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ഉള്ളതാണ് ഡിബെഞ്ച്, അതായത് നമ്മൾ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പല ടൈപ്പ് സോഴ്സസ് ഫിനാൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ ഓരോന്നും എന്താണെന്നുള്ളത് നോക്കണം. അതായത് ഇപ്പൊ നോക്കിക്കതിൽ ദ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഡിവൈഡഡ് ഇൻടു നമ്പർ ഓഫ് ഈക്വൽ യൂണിറ്റ്സ്, ഈച്ച് സച്ച് യൂണിറ്റ് ഇസ് കോൾഡ് അല്ലെ. നമ്മളൊരു ബിസിനസിന്റെ
ഒരു ക്യാപിറ്റലിനെ നമ്മൾ ഈക്വൽ ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചതിനെ നമ്മൾ എന്താണ് പറയാ ഷെയർ എന്നാണ് പറയാ അല്ലേ. അപ്പൊ ഇതേപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് ഡിബഞ്ചർ, എന്താണ് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് എന്താണ്, അതുപോലെ തന്നെ വേറെ ഏതൊക്കെയാണ് ലോങ് ടേം സോഴ്സസ് ഫിനാൻസ് വരുന്നത്, ഷോർട്ട് ടേം സോഴ്സ് ഫിനാൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് നമ്മൾ ഓൺഡ് ആയിട്ട് വരുന്നത്, ഓൺ ഫിനാൻസ് സിസ്റ്റം വരുന്നത്, അതുപോലെ ബോറോഡ് ഫിനാൻസും ഉണ്ടാവും അല്ലേ. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുക. കാരണം ഇതെല്ലാം ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എന്തായാലും ക്വസ്റ്റ്യൻസ് അല്ല ഏരിയാസ് ആണ് നിങ്ങൾ കവർ ചെയ്തിരിക്കേണ്ടത്. ഓക്കെ, കാരണം ഇതെല്ലാം മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.